തൻ്റെ വചനം പാലിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. സത്യമാണ് ഈശോ പറഞ്ഞത്. മരണത്തെപ്പോലും മക്കളുടെ ഹൃദയത്തിൽ വളരെ മനോഹരമായി ജീവിതം കൊണ്ട് വരച്ചു വെച്ചിട്ട് കടന്നുപോയ പ്രിയപ്പെട്ട മമ്മി, നിന്നെക്കുറിച്ചുള്ള വിശുദ്ധമായ ഓർമ്മകൾക്ക് ഇന്ന് 41 ദിവസം. വീടൊരു സ്വർഗമാക്കാനും മക്കളുടെ ഹൃദയത്തിൽ അൾത്താര തീർക്കാനും നിന്റെ ഉദരത്തിൽ ഉയിർക്കൊണ്ട രക്തബന്ധങ്ങളുടെ സ്വർണ്ണനൂലുകൾക്ക് ഇഴയടുപ്പം കൂട്ടാനും നീ നടന്നു നീങ്ങിയ കനൽ വഴികളൊന്നും വെറുതെയായില്ല. നിന്റെ ആഗ്രഹം പോലെ നീ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന റോസാപ്പൂക്കൾ ഇറുത്തെടുത്ത് നിന്റെ കൊച്ചുമക്കൾ കബറിടത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ അമ്മയില്ലായ്മയുടെ നോവ് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണമ്മേ. സെമിത്തേരി, അവിടെ ഞങ്ങൾക്ക് സ്വന്തമെന്ന് അവകാശപ്പെടാൻ ഒരിടം. അതിന് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളുടെ പറുദീസയാണ്. കാരണം ഈ ഭൂമിയിലെ നിന്റെ ജീവിതം ഏറ്റവും മനോഹരമായിട്ടാണ് നീ അടയാളപ്പെടുത്തി കടന്നുപോയത്. അതിൻ്റെ സാക്ഷിക്കുറിപ്പുകളായിരുന്നു നിന്റെ അന്ത്യനിമിഷങ്ങൾ. ആരോഗ്യത്തോടെ ദേവാലയത്തിലെത്തി വിശുദ്ധ കൂദാശകൾ സ്വീകരിച്ചുകൊണ്ടുള്ള അന്ത്യയാത്ര. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാനല്ല, പ്രണയിക്കാൻ പഠിപ്പിച്ചത് നീയാണ്. അകലങ്ങളിലിരിക്കുന്ന മകനോട് നീ ഞങ്ങൾക്കായി സ്വയം മുറിച്ചു വിളമ്പിയ പവിത്രമായ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. നിറഞ്ഞ സന്തോഷത്തോടെയുള്ള അവസാനത്തെ യാത്ര പറച്ചിൽ. നിന്റെ അന്ത്യനേരത്ത് അരികിൽ തനിച്ചായിരിക്കുന്ന മകളോടുള്ള മമ്മിയുടെ അവസാന മൊഴികൾ. അവസാന ശ്വാസത്തിലും അമ്മ എന്ന വാക്കിൻ്റെ മഹത്വം ഞങ്ങളുടെ നെഞ്ചിലേക്ക് ഇറ്റിച്ചു തന്നവൾ. ശരിയാണമ്മേ, നിന്നെപ്പോലെ ജീവിക്കുന്നവർക്ക് മരണം സൗഭാഗ്യമാണ്. യുദ്ധത്തിൻ്റെ പുകമറകൾ ആകാശയാത്രയെ അടച്ചു കളഞ്ഞപ്പോൾ ഭീതിയുടെ കറുത്തിരുണ്ട പുകയെ വകഞ്ഞുമാറ്റി മനുഷ്യന്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചു കളഞ്ഞ് മക്കളെയും കൊച്ചുമക്കളെയും അരികിലെത്തിച്ച നിമിഷം, അത് നിന്റെ മരണം ദൈവത്തിന് അമൂല്യമായിരുന്നു എന്നതിൻ്റെ സൂചന മാത്രമായിരുന്നു. പ്രിയപ്പെട്ട മമ്മി, നീ ദേവാലയത്തിൽ കൊണ്ടുപോയി മക്കൾക്കായി സമർപ്പിച്ച റോസാപുഷ്പങ്ങൾ ഓരോന്നും ദൈവകൃപയുടെ പ്രവാഹങ്ങളായി പെയ്തിറങ്ങുന്നത് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ. മക്കളേക്കാൾ നിന്റെ കൊച്ചുമക്കൾ ഈ നാൾ വരെയും ചെയ്ത നോമ്പും പ്രാർത്ഥനയും കർമ്മങ്ങളും മമ്മിയുടെ ആത്മാവിനെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ടാവും. അതെന്താണെന്നറിയോ? നീ നടന്നു തീർത്ത സഹനത്തിൻ്റെ വഴികളിൽ നിന്നോളം മറ്റൊരാളും ഞങ്ങളെ ഞെട്ടിച്ചിട്ടില്ല. മമ്മിയെക്കുറിച്ചുള്ള ഓർമ്മകളുടെ മൺചിരാതുകളിൽ എണ്ണയും തിരിയുമായി നീ ഇപ്പോഴും ഞങ്ങളുടെ ചുവടുകൾക്ക് നൽകുന്ന വെട്ടത്തിന് നിത്യജീവന്റെ സൗന്ദര്യമാണമ്മേ. സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നെത്തുന്ന വിശുദ്ധിയുടെ ജാലകക്കാറ്റിലൂടെ നീ ഞങ്ങളെ തൊട്ടും തലോടിയും ശാസിക്കേണ്ടടുത്ത് ശാസിച്ചും മരണത്തിനിപ്പുറവും നീ ഞങ്ങളെ ഇന്നും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി പാദപീഠവുമാണെന്ന് ക്രിസ്തുമൊഴികൾ. അങ്ങനെയെങ്കിൽ ആ പാദപീഠം തൊട്ടുനിൽക്കുന്ന ഭൂമി വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും തിരുത്തലുകളുടെയും ഓർമ്മകൾ തഴുകിയെത്തുന്ന ഈ കബറിടത്തിലാണ് എന്ന് വിശ്വസിക്കാനാണിഷ്ടം. ഈ കല്ലറയ്ക്ക് മുകളിൽ എഴുതിച്ചേർത്ത ദൈവവചനത്തോളം സൗന്ദര്യമുണ്ട് ഇപ്പം ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്. നിങ്ങളുടെ പാവന സ്മരണകളെ ഇങ്ങനെ തൊഴുതു നിൽക്കുമ്പോൾ നമുക്കിടയിലെ ആത്മീയ സന്തോഷത്തിന് അതിരുകളില്ലാതാവുന്നു. ഈ കല്ലറ ഇപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന പാവനമായ സംരക്ഷണത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. പുനരുത്ഥാനവും ജീവനുമായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ആത്മീയാനന്ദം അനുഭവിച്ചുകൊണ്ട് സുഖമായിരിക്കുക. മുന്നോട്ട് വയ്ക്കുന്ന ഞങ്ങളുടെ ചുവടുകൾക്ക് അത് വല്ലാത്തൊരാത്മധൈര്യമാണമ്മേ.